സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ ഒളിവിലെന്ന് സമ്മതിച്ച കെ സുധാകരൻ. അറസ്റ്റ് വാറന്റ് ഉള്ളയാൾ ഒളിവിൽ കഴിയുന്നത് സ്വാഭാവികമെന്ന സുധാകരന്റെ ന്യായീകരണം. ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണന്റെ ഓഫീസ് 15 ലക്ഷം കോഴ വാങ്ങിയ സംഭവത്തിൽ ഒത്തുതീർപ്പിന് ശ്രമം. കൈനിക്കൽ ബെന്നി പണം തിരിച്ചു നൽകാമെന്ന് അറിയിച്ചതായി പരാതിക്കാരൻ അനീഷ് ജോസഫ് കൈരളി ന്യൂസിനോട്. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിന് ഉത്തരവാദി കോൺഗ്രസ് എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. NM വിജയന്റെയും കുടുംബത്തിന്റെയും കടത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. മുണ്ടക്കൈ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ. കാണാതായവരുടെ കുടുംബങ്ങൾക്കും ധനസഹായം. മരിച്ചവരുടെ ആശ്രിതർക്കും നൽകുന്ന അതേ സഹായം കാണാതായവരുടെ ആശ്രിതർക്കും നൽകും. സഹായ വിതരണം ഈ മാസം തന്നെ തുടങ്ങുമെന്ന് മന്ത്രി കെ രാജൻ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിച്ച തീർത്ഥാടക ലക്ഷങ്ങൾ. തിരുവാഭരണം ചാർത്തിയ ദർശനം 19 വരെ. മലയിറങ്ങുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂർ. പുറത്തിറങ്ങാനുള്ള ബോണ്ടിൽ ഒപ്പിടില്ലെന്ന് ബോബി. നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചതിനെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്ത നിലയിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസാണ് ആത്മഹത്യ ചെയ്തത്. വയനാട്ടിൽ ഭീതി പടർത്തിയ കടുവയെ ലൊക്കേറ്റ് ചെയ്തു. ഊട്ടിക്കവലയ്ക്ക് സമീപം കടുവയുണ്ടെന്ന നിഗമനം. പ്രദേശത്ത് തെർമൽ ഡ്രോൺ പരിശോധന. മയക്കുവെടി വെച്ചേക്കും. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം തകർക്കാനുള്ള ശ്രമമാണ് UGCയുടെ പുതിയ നിയന്ത്രണങ്ങളെന്ന മുഖ്യമന്ത്രി. കേന്ദ്ര അവഗണനയ്ക്കിടയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നേറ്റമുണ്ടാക്കുന്നുവെന്ന മുഖ്യമന്ത്രി. PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ച P ശശി. പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ടാണ് എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് വക്കീൽ നോട്ടീസ്. വീണ്ടും വിവാദ പ്രസ്താവനയുമായി RSS മേധാവി മോഹൻ ഭഗവത്. അയോധ്യ പ്രതിഷ്ഠ നടന്ന ദിവസമാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന മോഹൻ ഭഗവത്. പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം പ്രതിഷ്ഠ ദ്വാദശിയായി ആഘോഷിക്കുമെന്നും ആഹ്വാനം. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിലെ മൈക്ക് പ്രവർത്തിക്കാത്തതിനെ ചൊല്ലി തർക്കം. ഹൗസ് ബോട്ട് സവാരിക്കെത്തിയ വിമുക്ത ഭടന്മാരും ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 25 പേർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒരാളുടെ കൈക്ക് വെട്ടേറ്റു. പത്തനംതിട്ടയിലെ പീഡനം അപമാനകരമെന്ന CPIM PB അംഗം ബൃന്ദ കാരാട്ട്. പ്രതികൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ബൃന്ദ കാരാട്ട്. സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യം തടയാൻ സൈബർ പോലീസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. ബോബി ചെമ്മണ്ണൂരിനെതിരായ നിയമ നടപടി സമൂഹത്തിന് നൽകുന്ന ശക്തമായ സന്ദേശമെന്നും സതീദേവി. പതിനാലാമത് ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. ശബരിമലയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവനിൽ നിന്നുമാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ഈ അംഗീകാരം തന്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമെന്ന് കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു.
പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ബന്ധുവീട്ടിൽ വെച്ച 14 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹാരിസൺ മലയാളം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് അപ്പീൽ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അടുത്ത ചൊവ്വാഴ്ച ഹർജി കോടതി വീണ്ടും പരിഗണിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമാണെന്ന മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് VS ജോയ്. യുക്തമായ സമയത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നും VS ജോയ്. റിട്ടയർഡ് DYSP ഗിൽബർട്ടിന്റെ കുറ്റാന്വേഷണ പരമ്പരയിലെ 7ാമത് പുസ്തകം ലൂസിഫറിന്റെ സന്തതികൾ നിയമസഭാ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. ചലച്ചിത്ര പിന്നണി ഗായിക അനിത ഷെയ്ഖ് ഫിലിം PRO അജയ് തുണ്ടലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. തിരക്കഥാകൃത്ത് ഷംസ് മണക്കാട് പുസ്തക പരിചയം നടത്തി. വിനോദ് പരമേശ്വരൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം 4 സീസൺ ജനുവരി 24-ന് തിയേറ്ററുകളിൽ. അമീൻ റഷീദും റയ പ്രഭുവും പ്രധാന കഥാപാത്രങ്ങളാകും. ബിജു സോപാനം, റിയാസ് നർമ്മകല, ബിന്ദു തോമസ് എന്നിവരും അഭിനയിക്കും. മുസ്ലിം ലീഗ് സമസ്ത സമവായ ശ്രമം ഫലം കണ്ടില്ല. പാണക്കാട്ടെ വീട്ടിലെത്തി നടത്തിയ ചർച്ചയോട് ലീഗ് വിരുദ്ധ വിഭാഗം നീതി പുലർത്തിയില്ലെന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വീട്ടിലെത്തി മാപ്പ് പറഞ്ഞവർ വാർത്താ സമ്മേളനത്തിൽ അത് മറച്ചുവെച്ചുവെന്ന PK കുഞ്ഞാലിക്കുട്ടി. കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ നിരാഹാര സമരം 50ാം ദിവസം. ദല്ലേവാളിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദല്ലേവാളിന്റെ സമരം. ദില്ലിയിൽ പ്രചാരണം ശക്തമാക്കിയ ആം ആദ്മി പാർട്ടിയും BJPയും. BJP വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു. കെജ്രിവാളിന്റെ പൂർവാഞ്ചൽ പരാമർശം പ്രചാരണായുധമാക്കി BJP. ദില്ലിയിൽ അതിശൈത്യം തുടരുന്നു. മൂടൽമഞ്ഞ് രൂക്ഷമായി തുടരുന്നത് വ്യോമ റെയിൽ ഗതാഗത സംവിധാനങ്ങളെ സാരമായി ബാധിക്കുന്നു. ദില്ലിയിൽ ഏറ്റവും കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 17 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. പരാതിരഹിത തീർത്ഥാടന കാലം നടപ്പാക്കിയ സംസ്ഥാന സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അഭിനന്ദിച്ച കേരള ബ്രാഹ്മണ സഭ. സന്നിധാനത്ത് വെച്ച സഭാ ഭാരവാഹികൾ മന്ത്രി VN വാസവനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ആദരിച്ചു. മദ്യലഹരിയിൽ യുവാവ് സ്ത്രീകളെ വീട് കയറി ആക്രമിച്ചു. തൃക്കരുവ വലിയ വിളയിൽ ഷിബുവിന്റെ വീട്ടിലാണ് അയൽവാസിയായ ആൽവിൻ വിനോഷ് ആക്രമിച്ചത്. ഷിബുവിന്റെ ഭാര്യ രാംസി, സഹോദരി ഗ്രേസി, സഹോദരന്റെ ഭാര്യ എൽസി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃക്കാക്കര സ്കൈലൈൻ ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിൽ 17 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. +1 വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഫ്ളാറ്റിൽ നിന്നും വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൽ നിന്ന് രോഗി ചാടി മരിച്ചു. തലശ്ശേരി സ്വദേശി വൈദ്യരവിട അസ്കറാണ് മരിച്ചത്. ഇന്നലെ 1:15-നാണ് സംഭവം. ജനലിൽ കൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു.
കൈരളി TV മുൻ ഫിനാൻസ് മാനേജർ മുന്നൂർ N. ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. കൈരളി TV ആദ്യകാല ഉദ്യോഗസ്ഥനായിരുന്നു. നൊവാക് ജോക്കോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടാം റൗണ്ടിൽ കടന്നു. നിഷേഷ് ബസവാർ റെഡ്ഡിയെയാണ് ആദ്യ റൗണ്ടിൽ ജോക്കോവിച്ച് തോൽപ്പിച്ചത്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് രണ്ടാം റൗണ്ടിൽ കടന്നു. മാഗ്നസ് കാൾസൺ ജർമ്മനിയിൽ ബുണ്ടസ്ലീഗ ചെസ്സിലേക്ക്. മാഗ്നസ് കാൾസൺ ജർമ്മനിയിലെ സെന്റ് പൗളിസ് വേണ്ടിയാണ് കരാർ ഒപ്പുവെച്ചത്. ആദ്യ മത്സരം ജയിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് UAE പ്രത്യേക സംഘത്തെ അയക്കും. സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം സ്വീകരിച്ച UAE. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് കായിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദിവാസി കുടുംബത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ പണം തട്ടി വയനാട് മുട്ടിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷറഫ് ചിറക്കൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട CPIMന്റെ പ്രതിഷേധ മാർച്ച്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെയും ഉപരോധം. വിനോദസഞ്ചാര മേഖലയായ വർക്കല ആലിയിറക്കം കുന്നിൻ മുകളിൽ മദ്യപ സംഘം കാർ ഓടിച്ചു കയറ്റി. ഒഴിവായത് വൻ ദുരന്തം. സ്ഥലത്തെത്തിയ അഗ്നിശമന ഉദ്യോഗസ്ഥർ 3 യുവാക്കളെ കാറിൽ നിന്നും രക്ഷപ്പെടുത്തി. വർക്കല സ്വദേശികളായ യുവാക്കൾ പോലീസിന്റെ കസ്റ്റഡിയിൽ. മംഗലപുരത്ത് യുവാവിനെ കടയ്ക്കുള്ളിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതികളെ പിടികൂടി. പിടിയിലായത് മുഹമ്മദ് അഷ്റഫ്, ഷഹീൻ, കുട്ടൻ എന്നിവർ. കാപ്പ കേസിൽ തടവ് കഴിഞ്ഞിറങ്ങിയ ഇവർ വധശ്രമം, അടിപിടി, കഞ്ചാവ് കേസുകളിലും പ്രതികളാണ്. കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവിനെ കസബ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടി. വയനാട് അമ്പലവയൽ സ്വദേശി അബ്ദുൽ ആബിദാണ് കസബ പോലീസിന്റെ പിടിയിലായത്. പോലീസുകാരനെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ. ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന ഷബീറിനെ മദ്യലഹരിയിലെത്തി മോട്ടോർ സൈക്കിൾ കൊണ്ട് ഇടിച്ചിടുകയും റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്യുകയായിരുന്നു. പ്രതികളായ മലപ്പുറം കീഴുപറമ്പ് സ്വദേശികളാണ് മുക്കോളി വീട്ടിൽ സബിത, ചീരത്താലത്ത് വീട്ടിൽ അഷ്മിൽ എന്നിവരെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വർഷത്തെ പാട്യം ഗോപാലൻ മെമ്മോറിയൽ അവാർഡ് ഗായിക സിതാര കൃഷ്ണകുമാറിന്. ഫെബ്രുവരിയിൽ പാട്യത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. കത്തിക്കുത്ത് കേസിലെ പ്രതിപിടിയിൽ. തിരുവനന്തപുരം പുല്ലുപാറ സ്വദേശി അൻസാറാണ് പിടിയിലായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപം വെച്ച് വെള്ളയിൽ സ്വദേശിയായ മുജീബ് റഹ്മാനെ കത്തിക്കൊണ്ട് കഴുത്തിന് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാസ് ക്ലീനിംഗ് നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. 80ഓളം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും വിക്ടോറിയ കോളേജിലെ 40ഓളം NSS വിദ്യാർത്ഥികളും ക്ലീനിംഗിൽ പങ്കെടുത്തു. മരുതരോട് കളരിപ്പറമ്പ് ഒരുമ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മലമ്പുഴ MLA A. പ്രഭാകരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് കളർഫുൾ 2025 ശ്രദ്ധേയമായി. മുഖത്തെഴുത്ത്, ശില്പശാല, നാടൻപാട്ട്, ഗോത്രകലകളുടെ ആവിഷ്കാരം എന്നിവ ക്യാമ്പിന്റെ മുഖ്യ ആകർഷണമായി. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പരിവാൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
തിരുവനന്തപുരം കണിയാപുരത്ത് വീട്ടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണിയാപുരം സ്വദേശി വിജയയാണ് വീട്ടിനുള്ളിലെ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ കാണാനില്ല. കാപ്പ കേസ് പ്രതി അയൽവാസിയെ വീട്ടിൽ കയറി തലക്കടിച്ച് കൊലപ്പെടുത്തി. തൃശൂർ മാള കുരുവിലശ്ശേരിയിലാണ് സംഭവം. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാള സ്വദേശി പ്രമോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽവാസിയായ തോമസിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആലപ്പുഴയിൽ യാത്രാ ബോട്ടിൽ നിന്ന് മധ്യവയസ്ക കായലിൽ ചാടി. ആലപ്പുഴ സ്വദേശിനി സുധർമ്മയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബോട്ടിലെ ജീവനക്കാരുടെ സമയോചിത ഇടപെടലിൽ യുവതിയെ രക്ഷിച്ചു. വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ വടകര സ്വദേശിയുടെ 1 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. കാസർഗോഡ് ഉപ്പള സ്വദേശി മുഹമ്മദ് ഇൻഷാദിനെയാണ് വടകര സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തായിരുന്ന ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. പതിനാലുകാരിയുടെ കാമുകനെ കുത്തിക്കൊന്ന പെൺകുട്ടിയുടെ ബന്ധുവായ 17കാരൻ 1ാം വർഷ ബികോം വിദ്യാർത്ഥിയായ വീരമാണിക്യത്തിനെയാണ് ബന്ധുവായ യുവാവ് കൊലപ്പെടുത്തിയത്. യുവാവിനെ വിളിച്ചു വരുത്തിയ ശേഷം കുത്തിക്കൊല്ലുകയായിരുന്നു. സംഭവം തമിഴ്നാട് ശിവകാശിയിൽ. മധുരയിൽ ബി.ജെ.പി. സാമ്പത്തിക വിഭാഗം അധ്യക്ഷൻ എം.എസ്. ഷാ പോക്സോ കേസിൽ അറസ്റ്റിൽ. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് നടപടി. അരുണാചൽ പ്രദേശ് സിക്കിം പർവ്വത അതിർത്തി സംരക്ഷണ സംയുക്ത പോരാട്ട സംഘം രൂപീകരണം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ഈ വർഷം തന്നെ ലഭിച്ചേക്കുമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ശ്രീലങ്കൻ ഫിഷറീസ് സമുദ്ര വിഭവ മന്ത്രി രാമലിംഗം ചന്ദ്രശേഖർ ചെന്നൈ CPIM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു. സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. ശ്രീലങ്കൻ തമിഴരുടെ വിഷയങ്ങളും തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്കെതിരായ ശ്രീലങ്കൻ നാവികസേനയുടെ നടപടിയും നേതാക്കൾ ചർച്ച ചെയ്തു. ജനുവരി 15 നടത്താനിരുന്ന UGC നെറ്റ് പരീക്ഷാ തീയതിയിൽ മാറ്റം. മകരസംക്രാന്തി, പൊങ്കലടക്കമുള്ള ഉത്സവങ്ങൾ കണക്കിലെടുത്താണ് തീയതിയിൽ മാറ്റം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മലയാളിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജി. നിയമനം രാഷ്ട്രപതി അംഗീകരിച്ചു. സുപ്രീം കോടതി കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിന് പിന്നാലെ രാഷ്ട്രപതി ഉത്തരവിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ നാഗ് മാർക്ക് 2 ആന്റി ടാങ്ക് ഗൈഡൻസ് മിസൈൽ പരീക്ഷണം വിജയകരം. രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. 3ാം തലമുറ ടാങ്ക് വേധ മിസൈലാണിത്. IIT ഖരഗ്പൂർ വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ. 21കാരനായ വിദ്യാർത്ഥിയെ മാതാപിതാക്കളാണ് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3ാം വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഷോൺ മാലിക്കാണ് മരിച്ചത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ അമ്മയും ജ്യേഷ്ഠനും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വിറ്റതിനെ തുടർന്ന് 17കാരൻ ആത്മഹത്യ ചെയ്തു. കുടുംബത്തിന്റെ പ്രവൃത്തിയിൽ രോഷാകുലനായ കുട്ടി സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. കർണാടകയിൽ മദ്യപിച്ച് ലക്കുകെട്ട പശുക്കളുടെ അകിടറുത്ത് മാറ്റിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ബീഹാറിലെ ചമ്പാരൻ സ്വദേശി സയ്യിദ് നസ്രു ആണ് അറസ്റ്റിലായത്.
ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി സോറൻ മിലനോവിച്ചിനെ വീണ്ടും തെരഞ്ഞെടുത്തു. പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെയാണ് സോറൻ മിലനോവിച്ചിനെ തെരഞ്ഞെടുത്തത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഭരണകക്ഷിയിലെ ഡ്രഗൻ പ്രിമറോക്കിനെയാണ് സോറൻ പരാജയപ്പെടുത്തിയത്. മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റണിന്റെയും ജോർജ് ഡബ്ല്യു ബുഷിന്റെയും പേരുകൾ 2 ആണവ വിമാന വാഹന കമ്പനികൾക്ക് നൽകുമെന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ. പുതിയ ജെറാൾഡ് ആൻഡ് ഫോർഡ് ക്ലാസ് ആണവോർജ്ജ വിമാന വാഹിനി കപ്പലുകൾക്കാണ് മുൻ പ്രസിഡന്റുമാരുടെ പേരുകൾ നൽകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളതെന്ന് ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസെറ്റി. സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റമുണ്ടാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം സംരക്ഷിക്കണമെന്നും എറിക്. ജർമ്മനിയിൽ കുളമ്പ് രോഗം സ്ഥിരീകരിച്ചു. ബെർലിനിക്കടുത്തുള്ള ഫാമിലാണ് രോഗബാധ കണ്ടെത്തിയത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ആദ്യമായാണ് ജർമ്മനിയിൽ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. US ലോസ് ആഞ്ചലസിൽ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കാട്ടുതീ അണയ്ക്കുന്നതിനായുള്ള പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള CL-415 വിമാനം ലോസ് ആഞ്ചലസിലെത്തി. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.